ജാസ്മിന്റെ എവിക്ഷൻ ആയിരുന്നു ഗ്രാൻഡ് ഫിനാലയിൽ ഇന്നലെ ഹൈലൈറ്റ് ആയിരുന്നത്. സോഷ്യൽ മീഡിയയിൽ നിറയെ ട്രോളുകൾ വാരിക്കൂട്ടുന്നതും ജാസ്മിന്റെ എവിക്ഷൻ തന്നെയാണ്. 3ാം സ്ഥാനമായിരുന്നു ജാസ്മിന് ലഭിച്ചത്. സീസൺ 4 ലക്ഷ്മിപ്രിയയുടെ എവിക്ഷന് ശേഷം ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ തരംഗമുണ്ടാക്കിയ മറ്റൊരു എവിക്ഷൻ ഇല്ല. ഗാർഡൻ ഏരിയയിൽ വെച്ചായിരുന്നു ജാസ്മിന്റെ എവിക്ഷൻ. ഗാർഡൻ ഏരിയയിൽ 3 കൂടുകളാണ് ഉണ്ടായിരുന്നത്. ഈ കൂടുകളിൽ അർജുൻ, ജാസ്മിൻ, ജിൻഡോ എന്നിവരോട് കയറിയിരിക്കാനാണ് പറഞ്ഞത്. പിന്നീട് കുറെ മല്ലന്മാർ വന്ന് ഇതിലൊരാളെ ചുമന്നുകൊണ്ട് പുറത്തോട്ട് പോകും. എന്നാൽ ഈ കൂടായിരുന്നു ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയത്. പട്ടിക്കൂട് പോലത്തെ 3 കൂടുകളായിരുന്നു ഗാർഡൻ ഏരിയയിൽ കൊണ്ടുവച്ചിരുന്നത്. ഇതിൽ കയറിയിരുന്ന ശേഷം ആദ്യം മല്ലന്മാർ ജിൻഡോയെയാണ് തൂക്കിക്കൊണ്ടു പോകുന്നത്. പിന്നീട് തിരികെ കൊണ്ടുവന്ന് വെക്കുന്നു. ജാസ്മിനെ എടുത്തോണ്ട് പോകുന്നു, തിരികെ കൊണ്ടുവയ്ക്കുന്നു. അർജുനെ എടുത്തോണ്ട് പോകുന്നു, തിരികെ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ ഒരുപാട് സമയമെടുത്താണ് ഈ എവിക്ഷൻ കഴിച്ചത്. ജാസ്മിനെ വീണ്ടും എടുത്തുകൊണ്ടുപോയി വീണ്ടും തിരികെ കൊണ്ടുവന്ന് വെച്ചു. കുറെ സമയം കൂടിനകത്തിരുന്ന് ജാസ്മിന് തന്നെ ദേഷ്യം വന്നു. എന്തുവാ ഇത്? എടുത്തോണ്ട് പോകുന്നുണ്ടെങ്കിൽ എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ ഞാൻ ഈ കൂട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. മനുഷ്യന് ദേഷ്യം വരുന്നേ എന്നെല്ലാം ജാസ്മിൻ പറയുന്നുണ്ട്. പിന്നീടും കുറച്ചു സമയം കളിപ്പിച്ചതിന് ശേഷമാണ് ജാസ്മിനെ തൂക്കിയെടുത്തുകൊണ്ട് മല്ലന്മാർ പോകുന്നത്. എന്തർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു എവിക്ഷൻ വെച്ചത് എന്നാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ചോദിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും അത്രയധികം കണ്ടന്റ് തന്നൊരു കുട്ടിയല്ലേ ജാസ്മിൻ. ഇങ്ങനെ ഒരു നാണംകെട്ട എവിക്ഷൻ കൊടുക്കണ്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ പറയുന്നത്. വേദിയിൽ വന്ന ശേഷം ജാസ്മിന്റെ അനിയനായ പൊന്നുവിനെ കണ്ട് പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് പ്രേക്ഷകർ കണ്ടത്. ലാലേട്ടനോട് സംസാരിക്കുന്നതിനിടയിലും പൊന്നു പൊന്നു എന്ന് ജാസ്മിൻ ഒരുപാട് തവണ പറയുന്നുണ്ടായിരുന്നു. 3 മാസത്തിന് ശേഷമാണ് അവനെ കാണുന്നത്. ചിരിയും തമാശയുമൊക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന താൻ ബിഗ് ബോസ് വീടിനുള്ളിൽ പോയപ്പോൾ വില്ലത്തിയായി എന്നാണ് ജാസ്മിൻ ലാലേട്ടനോട് പറഞ്ഞത്. താനായിട്ട് തന്നെയാണ് നിന്നതെന്നും ഹൗസിൽ തനിക്ക് കൈത്താങ്ങായിരുന്നത് ഗബ്രിയാണെന്നും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ജാസ്മിൻ ലാലേട്ടനോട് പറയുന്നുണ്ട്. പിന്നീട് ജാസ്മിന്റെ 100 ദിവസങ്ങൾ കോർത്തിണക്കിയ ഒരു മാഷപ്പ് വീഡിയോ ആയിരുന്നു ജാസ്മിനെ കാണിച്ചത്. അത് കണ്ടു കഴിഞ്ഞതും തനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ടെന്നാണ് ജാസ്മിൻ ലാലേട്ടനോട് പറഞ്ഞത്. പിന്നീട് മറ്റു മത്സരാർത്ഥികൾക്കൊപ്പം ഇരിക്കാൻ വേണ്ടി പോകുന്നതിനിടയിലും പൊന്നുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ഉമ്മ കൊടുക്കുകയായിരുന്നു ജാസ്മിൻ. ഫസ്റ്റ് റണ്ണറപ്പ് സ്ഥാനം അർഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ജാസ്മിൻ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത്. കാരണം BB6 എന്ന ഷോ ആദ്യ ദിനം മുതൽ അവസാന ദിവസം വരെ ജാസ്മിൻ എന്നൊരു പേര് ഉയർന്നു കേട്ടിരുന്നു. ജാസ്മിൻ ആയിരുന്നു കണ്ടന്റ്. അതുകൊണ്ട് തന്നെ 2ാം സ്ഥാനം ജാസ്മിൻ അർഹിച്ചതായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത്.